ഹലോ അസ്സലാമു അലൈക്കും റംദാൻ കരീം. ഇത് ഇന്നലെ ഞാൻ ചെമ്മീനൊക്കെ കിള്ളി വെച്ചതാണ് കേട്ടോ. അത് മസാലയൊക്കെ തേച്ച് ഇന്നലെ തന്നെ ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് മസാലയൊക്കെ തേച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് നമ്മൾ പുതിയ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കിഴങ്ങൊക്കെ വേവിക്കാനായിട്ട് വെക്കണതാണ്. ഇങ്ങനെ കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ച് ഇത് ഇന്നെടുത്തതാണ് കേട്ടോ. അതിന് ശേഷം ഇന്നലെ ഞാൻ മസാല തേച്ച് വെച്ചില്ലേ, അത് ചെമ്മീനൊക്കെ ഞാൻ ഇറക്കി വെച്ച് അതിന് ശേഷം പച്ചരിയും ഉഴുന്നും ഇതൊക്കെ വെള്ളയപ്പത്തിന് വെളുപ്പിനെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. അതിന് ശേഷം ഞാനിതേ ഉന്നക്കായക്കുള്ള കുറച്ച് പഴം ജസ്റ്റ് ഒന്ന് അറിയാം, കുറച്ച് പഴുത്ത് പോയതുകൊണ്ടാണ് ഉന്നക്കായ ശരിയാവും എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് വെന്ത് വെള്ളയപ്പത്തിന് അടിച്ച് പിന്നെ നമ്മുടെ കട്ട്ലേറ്റിനുള്ള ചെമ്മീൻ കട്ട്ലേറ്റാണ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള സവാളയൊക്കെ ഉരിച്ചൊക്കെ വെച്ച് അതിനുശേഷം ചെമ്മീൻ ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്ത് നിന്ന് ഇവിടെ നാസ്തല്ല കേട്ടോ, ചോറാണ്. ചോറ് വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ചെമ്മീൻ മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ചെമ്മീൻ കട്ട്ലേറ്റിനുള്ള പ്രോസസ്സിലോട്ട് പോവാണ്. നമ്മൾ നോർമലി ചെയ്യണ പോലെ ഇവിടെ ആ ചട്ടി തന്നെയാണ് ചെയ്യുന്നത്. ചെമ്മീനൊക്കെ ക്രഷ് ചെയ്തെടുത്ത് കട്ട്ലേറ്റിൻ്റെ പണികളൊക്കെ അപ്പം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചോറ് തിളച്ചായിരുന്നു. അങ്ങനെ സവാളയൊക്കെ വാടി വന്നപ്പോൾ ചെമ്മീൻ മസാലയൊക്കെ അങ്ങോട്ട് ഒരുമിച്ചിട്ടിട്ടോ. നല്ല ടേസ്റ്റുള്ള കട്ട്ലേറ്റായിരുന്നു കേട്ടോ. ഇങ്ങനെ നല്ല മുരിച്ചെടുത്തിട്ട് ചെയ്തപ്പോഴേ അപ്പം അതിനുള്ള ബോൾസൊക്കെ മോള് ഹെൽപ്പ് ചെയ്ത് തന്നിട്ട് ബോൾസൊക്കെ ആക്കി വെച്ച്. പിന്നെ സമൂസ ഞാൻ ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു പൊരിക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ ഉന്നക്കായുടെ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഉന്നക്കായ എത്ര തോന്നും ശരിയാവും എനിക്കറിയില്ല. അപ്പോഴത്തേക്കും ഞാൻ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ വെള്ളയപ്പമൊക്കെ ചുട്ടെടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ എയർ ഫ്രയറിലാണ് സമൂസ ചെയ്തത്. ഓയിൽ ഇങ്ങനെ മുകളിലിങ്ങനെ ബ്രഷ് ചെയ്തിട്ട് വെച്ച് കൊടുത്തു. പക്ഷെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ട് നമ്മൾ മുക്കി പൊരിക്കുന്ന ആ ഒരു ടേസ്റ്റും വന്നാൽ അധികം ഓയിലും ഇല്ല. നമ്മളിത് ഡിപ്പ് ചെയ്ത് ഓയിലിൽ പൊരിക്കുന്ന എനിക്ക് അത്യാവശ്യം എണ്ണയൊക്കെ കുടിക്കുന്നതാണ് ഈ ലീഫിൽ. അപ്പോൾ ഇത് ആ ഒരു രീതിയിൽ എയർ ഫ്രയർ വലിയൊരു ഉപകാരമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്ന് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലൊക്കെ ആദ്യം ഒന്ന് കാണിച്ചു തന്നെയായിരുന്നു. കട്ട്ലേറ്റ്, ഉന്നക്കായ ഉണ്ടായിരുന്നു, സമൂസ ഉണ്ടായിരുന്നു, പിന്നെ വെള്ളയപ്പം ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൂട്ട്സ് കുറച്ചുണ്ടായിരുന്നു, പിന്നെ ഷമാം ജ്യൂസ് ഉണ്ടായിരുന്നു, നമ്മുടെ നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ അങ്ങനെ മൂന്നാമത്തെ നോമ്പും തുറന്നു. അൽഹംദുലില്ലാ. അതിന് ശേഷം മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമാണ് ഞാൻ രാത്രിത്തേക്കുള്ള കറിയൊക്കെ സെറ്റാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.